അസ്സലാമു അലൈക്കും. USS അറബിക് മുൻകാല ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2016 USS ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് വാലിദി ഇല മക്കത്തിൽ മുക്കറമ ഖബല യൗമൈൻ. എൻ്റെ ഉപ്പ മക്കയിലേക്ക് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡാഷ്. ഓപ്ഷൻസ് നോക്കാം. ദഹബുതു, തദ്ഹബു, യദ്ഹബു, ദഹബ. ഇവിടെ ഖബല യൗമൈൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഉപ്പ മക്കയിലേക്ക് പോയി എന്നാണ് അർത്ഥം വരേണ്ടത്. അപ്പോൾ അത് മാളിയാണ്. ഇവിടെ ഓപ്ഷൻസിലുള്ള തദ്ഹബു, യദ്ഹബു ഇവ ഫിഅലുൽ മുളാരി ആണ്. അതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നാം വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് നാം ചേർക്കുന്നുണ്ട്. ഇനി ഓപ്ഷൻസിൽ ബാക്കിയുള്ള ദഹബുതു, ദഹബ ഇവ നമുക്കൊന്ന് പരിശോധിക്കാം. ദഹബുതു എന്നാൽ അതിൻ്റെ അർത്ഥം അന ദഹബ്തു, അഥവാ ഞാൻ പോയി എന്നാണ് അർത്ഥം. ഇനി ദഹബ എന്നാൽ ഹുവ ദഹബ, അഥവാ അവൻ പോയി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ദഹബ. രണ്ടാമത്തെ ചോദ്യം, ഇസ്തഫന്നാസു ഫിൽ മൽഅബി മിനസ്സാഅത്തി ഡാഷ് ഇല താസിഅ. ഓപ്ഷൻസ് അസ്സിത്ത, അസ്സാദിസ്, അസ്സാദിസ, ജമീഉൽ ഇജാബാത്തി സഹീഹ. ഉത്തരം മിനസ്സാഅത്തി അസ്സാദിസ. മൂന്നാമത്തെ ചോദ്യം, റഅൽ വലദു ഡാഷ് മുസിന്നൻ ഫിസ്സൂഖി. ഓപ്ഷൻസ് ഷെയ്ഖൻ, ഷെയ്ഖുൻ, ഷെയ്ഖിൻ, ജമീഉൽ ഇജാബാത്തി ഖാതിഅ. ഇവിടെ റഅൽ വലദു കുട്ടി കണ്ടു. കുട്ടി ആരെയാണ് കണ്ടത് എന്നുള്ളതിന് ഉത്തരമാണ് നമുക്കിവിടെ കണ്ടെത്തേണ്ടത്, അഥവാ മഫ്ഊലു ബിഹിയെയാണ് നാം ഇവിടെ കണ്ടെത്തേണ്ടത്. മഫ്ഊലു ബിഹിയുടെ ഹർക്കത്ത് എന്താണ് നാം പഠിച്ചിട്ടുണ്ട്, നസ്ബാണ്, ഫതഹ് വരണം. അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന മുസിന്നൻ എന്നുള്ള പദം അത് നാം ഇവിടെ എഴുതുന്ന പദത്തിൻ്റെ സിഫത്താണ്. അപ്പോൾ സിഫത്തായ മുസിന്നൻ എന്നതിനും ഫതഹ് വന്നതുകൊണ്ട് അവിടെ വരേണ്ട മൗസൂഫിനും ഫതഹ് വരണം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഷെയ്ഖൻ. അടുത്ത ചോദ്യം, നഹ്തഫിലു ബിയൗമിൽ ഉമ്മഹാത്ത് ഫി ഡാഷ്. ഓപ്ഷൻസ് 18 ഡിസംബർ, 15 അഗസ്തുസ്, 17 യൂനിയു, യൗമുൽ അഹദ് അത്താനി മിൻ ഷഹ്രി മായു. ഉത്തരം യൗമുൽ അഹദ് അത്താനി മിൻ ഷഹ്രി മായു. അടുത്ത ചോദ്യം, റജുലുൻ ഹിന്ദിയുൻ നാല അല ജായിസത്തി നോബേൽ ഫി സന 2014 മീലാദിയ. 2014 നോബൽ സമ്മാനം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തവക്കുൽ കർമാൻ, മലാല യൂസഫ്, മദർ തെരേസ, കൈലാഷ് സത്യാർത്ഥി. ഉത്തരം കൈലാഷ് സത്യാർത്ഥി. അടുത്ത ചോദ്യം, അവ്വലു വസീറു തർബിയത്തി വത്തഅലീം ഫി വിലായത്തി കേരള ഹുവ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്?
അപ്പോൾ ഈ സെറ്റ് തെറ്റാണ്. അടുത്തത് ലൗ. ട്രാഫിക് സിഗ്നലിന് നാം പഠിച്ചത് ലൗ ഇൽ ഇഷാറ എന്നാണ്. ഇവിടെ ലൗവിന് നേരെ വന്നത് അഖിമിഷ എന്നത്. അപ്പോൾ ഈ തൊക്കമും തെറ്റാണ്. അടുത്തത് മഹല്ല്. ടെക്സ്റ്റൈൽസിന് നാം പഠിച്ചിട്ടുള്ളത് മഹല്ലുൽ അഖിമിഷ എന്നാണ്. ഇവിടെ മഹല്ലിന് നേരെ അമാൻ എന്നാണ് വന്നത്. അപ്പോൾ ഈ സെറ്റും തെറ്റാണ്. അടുത്തത് ബൂക്ക്. ആംബുലൻസിൻ്റെ ശബ്ദത്തിന് നാം പഠിച്ചിട്ടുള്ളത് ബൂക്കുൽ ഇസ്ആഫ് എന്നാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, നഖ്താറു അൽ ലഖബ സ്വഹീഹ് മിനൽ ആത്തിയ. താഴെ തന്നതിൽ ശരിയായ ലഖബ് ഏതാണ് എന്ന് കണ്ടെത്താം. ഒന്നാമത്തേത് അബൂബക്കർ അൽ ഫാറൂഖ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബ് ഫാറൂഖ് എന്നതല്ല, മറിച്ച് അൽ ഫാറൂഖ് എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബാണ്. അടുത്തത് ഉമർ അസദുള്ള. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബ് അസദുള്ളയല്ല. അസദുള്ള എന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബ് ആണ്. അടുത്തത് അലിയുൻ അസ്സുദ്ദീഖ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബ അല്ല സുദ്ദീഖ്, മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബാണ് സുദ്ദീഖ്. അടുത്തത് ഉസ്മാൻ ദുന്നൂറൈൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബ് തന്നെയാണ് ദുന്നൂറൈൻ. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഇതുതന്നെ. അടുത്ത ചോദ്യം, നഖ്റ അൽ ഫിക്ര വനുജീബ് അനിൽ അസ്ഇല. താഴെയുള്ള പാരഗ്രാഫ് വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാം. നോക്കാം. ഫിക്ര. ബഅദ ഇസ്തിഖ്ലാലിൽ ഹിന്ദി ഖാമ സുഅമാഉ ബിനശ്രിൽ ഉലൂം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയുടെ നേതാക്കന്മാർ ഇന്ത്യയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിനായി നിലകൊണ്ടു. വദാലിക ബിതഅസീസിൽ മദാരിസി വൽ കുല്ലിയാത്ത്. വിദ്യാലയങ്ങളും കോളേജുകളും സ്ഥാപിച്ചുകൊണ്ടായിരുന്നു അത് നിർവഹിച്ചിരുന്നത്. വഖാന ഫീഹിം മൗലാന അബുൽ കലാം ആസാദ്. അവരിൽ മുൻനിരയിൽ തന്നെ മൗലാന അബുൽ കലാം ആസാദും ഉണ്ടായിരുന്നു. ഖലാ ഔഖാതഹു ലിതഅലീമി അഹ്ലിൽ ഹിന്ദ്. ഇന്ത്യൻ ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി അദ്ദേഹത്തിൻ്റെ സമയങ്ങൾ ചെലവഴിച്ചു. വലിദാ സമ്മാഹു മഹാത്മാഗാന്ധി ഇംറാത്തൂറുത് തഅലീം. അതിനാൽ അദ്ദേഹത്തെ മഹാത്മാഗാന്ധി ഇംറാത്തൂറുത് തഅലീം, വിദ്യാഭ്യാസത്തിൻ്റെ ചക്രവർത്തി